വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ നെയിം വന്നിട്ട് കൽക്കലാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈവനിങ് ചായൻ്റെ കൂട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഈസിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി വരാം. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് നെയ്യും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബട്ടർ ഈ പൊടികളിൽ ഒന്ന് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബട്ടർ ഇതേ പൊടികളിലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ പൊടിച്ച പഞ്ചസാരയും ഉപ്പൊക്കെ ഇത് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പൊടി നമുക്ക് ഏകദേശം കിട്ടേണ്ടത് ചപ്പാത്തി മാവിൻ്റെ രീതിയിലാണ് കേട്ടോ. നല്ല സോഫ്റ്റും ആവരുത്, എന്നാൽ നല്ല തിക്കായിട്ടും പോവരുത്, അങ്ങനെ രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് നമ്മളുടെ കുഴച്ചെടുത്ത മാവ് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ അരമണിക്കൂറിന് ശേഷം നമ്മളുടെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുത്തിട്ട് ഞാനിവിടെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ ബോൾസും ഈ ഫോർക്കിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മടക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫോർക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും നമുക്കിങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമ്മളെ കൽക്കൽ ഇവിടെ റെഡിയായി എന്നാണ് അർത്ഥം. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതേ കൽക്കൽ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചായൻ്റെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.